ഇന്നിങ്ങനെ ബൈക്കിൽ യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യത്തിൽ കൂടുതൽ എനിക്ക് ടെൻഷൻ ഉണ്ട്. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊട്ടിയ ലേണേഴ്സ് രണ്ടാമത് റീടെസ്റ്റ് എഴുതാനാണ് ഈ പോക്ക്. ഇത്തവണ നമുക്ക് എന്തായാലും കിട്ടണമെന്നുള്ളത് കൊണ്ട് പഴുതുകൾ അടിച്ച് MVDയുടെ ആപ്പിൽ കയറിയായിരുന്നു ലേണേഴ്സ് പഠനം. അതെ, നമ്മുടെ ഡ്രൈവിംഗ് പഠനം കുറച്ച് താമസിച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഒരിക്കലും ശ്രമിക്കാതിരിക്കുന്നതിൽ നല്ലതാണല്ലോ ഇപ്പോഴെങ്കിലും സ്റ്റാർട്ട് ചെയ്യുന്നത്. ചേർത്തല സിവിൽ സ്റ്റേഷനിൽ വെച്ചാണ് നമ്മുടെ എക്സാം. ആദ്യത്തെ തവണത്തെ എക്സാം എഴുതിയപ്പോൾ പ്രതീക്ഷിക്കാത്ത കുറേ കടുകട്ടി ചോദ്യം വന്നതുകൊണ്ട് ഇത്തവണയും അങ്ങനെയൊക്കെ ആയിരിക്കുമോ എന്നോർത്ത് ചെറിയ ടെൻഷൻ ഇല്ലാതില്ല. കഴിഞ്ഞ പ്രാവശ്യം ആദ്യത്തെ അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് കിട്ടാതെ ആയപ്പോൾ ഭയങ്കര വിഷമായിരുന്നു. അതിലുപരി ഒരു നാണക്കേടും ചമ്മലും. ലേണേഴ്സ് ഒക്കെ ആരെങ്കിലും തോറ്റു പോകുമോ എന്ന് മറ്റാരെങ്കിലും കളിയാക്കുക എന്നുള്ളതായിരുന്നു പ്രധാന പേടി. പക്ഷെ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല. കാരണം സക്സസിനെ നമ്മൾ ഓൺ ചെയ്യുന്ന പോലെ തന്നെ പരാജയങ്ങളെയും ഓൺ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഇത്തവണ ഈ ലേണേഴ്സ് കടമ്പ കടക്കാൻ എനിക്ക് പറ്റുമോ? നമുക്ക് നോക്കാം. തോറ്റു എന്നുള്ള പേരിനോട് അല്ലെങ്കിൽ പണ്ടേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. എനിക്കെന്നല്ല, നമ്മുടെ ചുറ്റുമുള്ള പല മനുഷ്യർക്കും ഈ ഒരു വാക്കിനോട് ഭയങ്കര പേടിയാണ്. പക്ഷെ ആ തോൽവിയെ ഓൺ ചെയ്യുന്നിടത്ത് നമ്മൾ സത്യം പറഞ്ഞാൽ ജയിച്ചിടും. ഒന്ന് തോറ്റുപോയത് കൊണ്ട് എവിടെയും ഒന്നും അവസാനിക്കുന്നില്ല. തോറ്റുപോയാൽ നമ്മൾ ഒന്നിൽ നിന്ന് പിന്നെയും തുടങ്ങും. അപ്പൊ അത്രേ ഉള്ളൂ.